മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാവട്ടെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. എടി, നീയൊക്കെ കൂടി എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ കരുണയോട് ചോദിക്കുമ്പോൾ അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദുർഗ ഉണ്ണിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും എടുക്കുന്നില്ല, കടന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും എടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കരുണയോട് ചോദിക്കുന്നുണ്ട്, മാർക്കോയുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ എന്ന്. അങ്ങനെ കരുണ ആകെ ഷോക്കാവുകയാണ്. ഇല്ല എന്ന്. അതെന്തമ്മേ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അത് നിന്റെ ഭർത്താവല്ലേ, അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ഉണ്ണിയുടെ സ്വഭാവം എനിക്കറിയാലോ. അവൻ ഒരിക്കലും കണ്ണനെ സന്മനസ്സോടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കില്ല. അതാ എന്റെ ടെൻഷൻ. ഞാൻ കൂടെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദുർഗയാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. ഈ സമയം കരുണ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇന്നത്തോട് കൂടിയിട്ട് ഇവിടുത്തെ മൂത്ത സന്തതി തീർന്നാ മതിയായിരുന്നു. എങ്കിൽ പിന്നെ ആ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും ഈ നിൽക്കുന്ന എൻ്റെ അമ്മായിയമ്മയുടെയൊന്നും അഹങ്കാരം കാണണ്ടല്ലോ എന്നിങ്ങനെ അവൾ ചിന്തിക്കുകയാണ്. അങ്ങനെ കടനാണെങ്കിൽ ബോധം വന്നിട്ടുണ്ട്, നോർമൽ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ കണ്ണനെ ഒബ്സർവേഷനിൽ നിന്നും മാറ്റുന്നുണ്ട്. ഈ സമയം മാർക്കോ അങ്ങോട്ട് വരികയാണ്. സാറേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്നിങ്ങനെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ആൾ ഓക്കെയാണ്, ബാക്കിയൊക്കെ കണ്ണൻ പറയും. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർ പോയതിനു ശേഷം എന്താ സാറേ, എന്താ സംഭവിച്ചത്? അത് എനിക്കറിയില്ല മാർക്കോ. പെട്ടെന്ന് എനിക്ക് ശ്വാസതടസ്സം ഉണ്ടായി. മരണവേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. പിന്നെ ഉണ്ണിയോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി കരഞ്ഞു പറഞ്ഞു. പക്ഷെ അവൻ വഴിയിൽ വെച്ച് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവനിപ്പോ ഞാൻ നടക്കുന്ന സത്യം അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എ സിയിൽ വിഷവാതകം നിറച്ചിരിക്കുകയാണ് സാറേ. ഇത് അവൻ തന്നെ ചെയ്തതാണ്, ആളെ വെച്ചിട്ട്. എന്തായാലും അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഒരു കാര്യം ഞാൻ സാറിനോട് പറയാം, ഒരുപാട് തവണ ഞാൻ ഉണ്ണിയെ വാണിംഗ് ചെയ്ത് വിട്ടതാണ്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും അതുണ്ടാവില്ല. അവൻ അവനെ ഞാൻ തീർക്കും, അതും ഇഞ്ചിഞ്ചായിട്ട്. സാറിൻ്റെ എതിര് പറയരുത്. ഇത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഒരുപാട് തവണ ഞാൻ അവൻ നന്നാവുമെന്ന് വിചാരിച്ചു മാർക്കോ. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഞാൻ സിമ്പതി കാണിച്ചതും ഒരു ചാൻസ് കൊടുത്തതും. പക്ഷെ ഇനി ഞാൻ ഒന്നും പറയില്ല, നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച് ചെയ്തോ എന്നിങ്ങനെ പറയുകയാണ്. ഇതേ ആ അമ്മയും മകനും മരുമോളും കൂടി അറിഞ്ഞിട്ടുള്ളതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അമ്മ ഇപ്പോ നന്നായി നല്ലവളാണെന്നൊക്കെ പറയാണ്. അതൊക്കെ സാറിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള അടവാണ് അവരുടെ. ഒരിക്കലും അവർക്കൊന്നും നന്നാവാൻ കഴിയില്ല സാറേ. എന്തായാലും ഞാൻ ഉണ്ണി ഒന്ന് കാണട്ടെ. ഈ വിഷവാതകം ഏത് വഴിയാ വന്നെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. അവൻ എന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സാറെ കണ്ടിട്ടൊന്ന് പോകാമെന്ന് കരുതി വന്നതാണ്. എന്തായാലും ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നേരെ ഉണ്ണിക്കരികിലേക്ക് എത്തുകയാണ്. ഇനി സത്യം പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ മുടിയിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. വേദന കൊണ്ട് ഉണ്ണിയാണെങ്കിൽ നിലവിളിക്കുന്നു. നിലവിളിക്കല്ലേടാ, ഇതുപോലെ ഒരാൾ നിലവിളിച്ചപ്പോഴല്ലേ നീ റോഡരികിൽ ആളെ തല്ലിക്കൊല്ലാനായിട്ടിട്ടത്. നീ എന്തായാലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. കണ്ണൻ സാറ് നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി നീ വെറുതെ ഇരിക്കില്ല എന്നറിയാം. പക്ഷെ ഞാൻ എന്തായാലും നിന്നെ ഇവിടെ നിന്ന് വെറുതെ വിടാനും പോകുന്നില്ല. നിന്നെ ഒരുപാട് തവണ ഞാൻ വെറുതെ വിട്ടതാണ്. എന്തിന്? നീ നിന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കാറിൽ തടഞ്ഞു ഞാൻ നിർത്തിയതല്ലടാ. നിന്റെ മുന്നിൽ വന്ന് പറഞ്ഞതല്ലേ ഇനി കണ്ണൻ സാറിനെയും മഹാലക്ഷ്മി മേഡത്തെയും സമാധാനത്തോടെ ജീവിക്കാൻ വിടണമെന്ന്. എന്നിട്ട് നീ അത് കേട്ടോ? പറയും, എവിടെ നിന്നാ വിഷവാതകത്തിന്റെ ഉറവിടം? അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ മാർക്കോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഉണ്ണിയുടെ കാലിൽ പിടിച്ച് ഞെരുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ഞാൻ പറയാം, ഒരു ശരവണൻ. ഓ, എ സി മെക്കാനിക് ശരവണൻ, അവന്റെ ബോസ് ആ പരമൻ. ഇതൊക്കെ നിനക്ക് എവിടെ നടാ ഈ ഗുണ്ടകളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത്? എന്തായാലും നീയാളും മിടുക്കനാണല്ലോ. ഒരുപാട് തവണ തോറ്റിട്ടും തോൽവി സമ്മതിക്കാതെ നീ വീണ്ടും അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ദൈവത്തിന്റെ പിന്തുണയുള്ളതാണ്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ, അവന്മാരെ വിളിച്ചിട്ട് ബാലൻസ് തുക ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കണ്ണൻ സാറ് മരിച്ചു എന്ന് പറയും, ഒരു സംശയവും തോന്നരുത്. ഞാൻ ഫോൺ വിളിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മാർക്കോയാണെങ്കിൽ ഉണ്ണിയുടെ ഫോണിൽ നിന്നും വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയവും തോന്നരുത്. അങ്ങനെ പരമൻ ഫോൺ എടുക്കുന്നുണ്ട്. ആ സാറേ പറയും. അതെ, കണ്ണൻ മരിച്ചു, ബാക്കി തുക വേണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്ന ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിന്റെ പേര് പറയാണ്. സാറേ, ഇതിപ്പോ നേരം ഇരുട്ടിയായില്ലേ, പക്ഷെ കുഴപ്പമില്ല, ക്യാഷിന്റെ കാര്യമല്ലേ, ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാണ്. എന്തായാലും നീ ഇവിടെ ഇരിക്കും, ഞാൻ ആദ്യം ആ പരമനെയും ശരവണനെയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഉണ്ണിയാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് തന്റെ കയ്യിലെ കെട്ടൊക്കെ അഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ മാർക്കോ അവിടേക്ക് എത്തുമ്പോഴേക്കും ശരവണനും പരമനും എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ആണെങ്കിൽ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. കാശിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കാതിരുന്നത്. ഇനിയിപ്പോ നാളെയായ അയാളുടെ മൈൻഡ് മാറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് പരമൻ ശരവണനോട് പറയുമ്പോഴേക്കും അവിടേക്ക് മാർക്കോ വരികയാണ്. ആളെത്തി. അങ്ങനെ മാർക്കോയെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല. പിന്നീട് മാർക്കോ ബൈക്കിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എവിടെടാ പൈസ എന്നിങ്ങനെ പരമൻ ചോദിക്കുമ്പോൾ, നിനക്കൊക്കെ പൈസ വേണല്ലേടാ,
എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തിട്ട് 2 ചവിട്ട് കൊടുക്കുകയാണ് മാർക്കോ രണ്ടെണ്ണത്തിന്റെയും. എന്നിട്ട് രണ്ടെണ്ണത്തിനെയും പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനടാ മാർക്കോ എന്ന്. മാർക്കോ നീയായിരുന്നോ? എടാ ഞാൻ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതേ സാധുക്കളുടെ ജീവൻ രക്ഷിക്കാനും നിന്നെപ്പോലെയുള്ള കൊലയാളികളെ കൊല്ലാനും വേണ്ടിയിട്ടാണ്. പക്ഷെ നീയൊക്കെയോ സാധുക്കളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലടാ. പക്ഷെ ഈ മാർക്കോ ഉള്ളപ്പോൾ അതിന് കഴിയില്ല. എന്നെ മറികടന്ന് നിനക്കൊക്കെ എങ്ങനെയാടാ ഇതൊക്കെ ചെയ്യാൻ ധൈര്യം വന്നത്? എന്തായാലും രണ്ടെണ്ണം ഇതോടുകൂടി നിർത്തിയേക്കണം ഈ പരിപാടി, അല്ലെങ്കിലേ നിന്നെയൊക്കെയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാര് ശരിക്കും ഒന്ന് പെരുമാറി വിടുകയാണ്. ഇനി അങ്ങനെ ചെയ്യില്ല മാർക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരും കഷ്ടിച്ച് മാർക്കോയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് ലോപ്പസ് ആവട്ടെ കണ്ണനോട് അവന്റെ ഫോണിലെ വിവരങ്ങളൊക്കെ പറയുകയാണ്. ഒരുപാട് കോള് വന്നിട്ടുണ്ട് സാറേ, ഇത് ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ തിരിച്ചു വിളിക്കുകയാണ്. ഈ സമയം ലോപ്പസ് പറയുന്നുണ്ട്, ഒരുത്തിയെയും വിശ്വസിക്കരുത് സാറേ, അവളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഈ കളി നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ. അങ്ങനെ കണ്ണൻ വിളിക്കുമ്പോൾ വേഗം തന്നെ ദുർഗ ഫോൺ എടുക്കുന്നുണ്ട്. അമ്മേ ഇത് ഞാനാ കണ്ണൻ. ആ മോനെ എന്തായിരുന്നു നിന്റെ കാര്യം? അമ്മ ഒരുപാട് തവണ വിളിച്ചിരുന്നു, നിനക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ? ഇല്ലമ്മേ, ഞാൻ ഇത്രയും നേരം ICUലായിരുന്നു, ഇപ്പോൾ ഡോക്ടർ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒബ്സർവേഷനിലാണ്. എന്തായാലും പേടിക്കണ്ട അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ഉണ്ണി നിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോ? അതൊക്കെ ഞാൻ നാളെ പറയാമേ. ശരി, എൻ്റെ മോൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി, ആകെ പേടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കരുണയാണെങ്കിൽ താഴത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം കരുണ ഷോക്കാവുകയാണ്. അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുണയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഫോൺ വെക്കുകയാണ്. പിന്നീട് കരുണയോട് ദുർഗ പറയണം, നിനക്ക് സന്തോഷിക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലടി, കണ്ണനെ ഒരാപത്തും വന്നിട്ടില്ല അമ്മേ. അപ്പൊ അയാള് രക്ഷപ്പെട്ടോ? ആ രക്ഷപ്പെട്ടു. കണ്ണനപ്പൊ വിളിച്ചത് എന്തായാലും നിന്റെ ഭർത്താവ് ഒരു നല്ല കാര്യം ചെയ്തു, അവരെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു, അതെങ്കിലും ചെയ്തല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഉണ്ണിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇയാൾ ഇത് എവിടെ പോയി കിടക്കുകയാണ്? കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണ്? കണ്ണനെ വഴിക്ക് വെച്ച് കൊല്ലാതെ അവൻ രക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ സ്വയം അങ്ങനെ പിറുപിറുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ മാർക്കോയെ അവിടെ തിരിച്ച് ഉണ്ണിയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. എടാ ഞാൻ അവരെ കണ്ടു, ശരിക്കും ഒന്ന് പെരുമാറി വിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പരമനും ശരവണനൊക്കെ തന്നെ നിനക്കറിയാവുന്ന ഗുണ്ടകളാവാൻ ചാൻസ് ഇല്ല. ഇവന്മാരൊക്കെ എവിടെ നാടാ ഇവന്മാരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നിനക്ക് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. മര്യാദയ്ക്ക് സത്യങ്ങൾ മണിമണിമല പറയുകയാണെങ്കിൽ അധികമൊന്നും നീ അനുഭവിക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോവാം. എന്തായാലും ഇവിടെ നിന്ന് നീ പോകുന്നത് ജഡമായിട്ടായിരിക്കും. നിന്റെ അമ്മയും നിന്റെ ഭാര്യയും കാണാൻ പോകുന്നത് നിന്റെ ജഡമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മാർക്കോ എന്നൊന്നും ചെയ്യരുത്. എങ്കിൽ പറ, എവിടെന്നാ നിനക്ക് ഇതിന്റെ കുറവിടം? പറയടാ. അങ്ങനെ അമ്മാവനാണെന്ന് പറയുമ്പോൾ മാർക്കോയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അയാൾ എന്തായാലും റിമാൻഡിൽ വരുമല്ലോ. ആ പ്രതാപനെയും വാമദേവനെയും ഞാൻ ശരിക്കും കാണാൻ ഇരിക്കുകയായിരുന്നു. ഇനി എന്തായാലും ഒന്നുകൂടി ശരിക്കും കാണണം. കർക്കിടക ചികിത്സയാണല്ലോ ദേഹത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ടേ നല്ലൊരു ചികിത്സ തന്നെ കൊടുക്കാനുള്ള പരിപാടി ഒപ്പിക്കണം. മുട്ടുങ്കാൽ തന്നെയാണ് ഞാൻ അവരുടെ ലക്ഷ്യം ഇട്ടിരിക്കുന്നതെന്നൊക്കെ മാർക്കോ പറയുകയാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് മരുമകൻ അവരുടെ ഉപദേശം കേട്ടിട്ട് പണിയെടുക്കാൻ തുടങ്ങിയല്ലോ. അതുകൊണ്ട് നിനക്കിട്ട് ഒരു പണി ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്തായാലും ഇവിടെ നിന്നും പോകുന്നത് എഴഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോയാവട്ടെ ഒരു തുണി എടുത്തിട്ട് ഉണ്ണിയുടെ വായിൽ തുരുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നിലവിളിക്കാൻ നോക്കുമ്പോൾ, എടാ ഈ തുണി എന്തിനാ നിന്റെ വായിൽ തുരുകിയെന്നറിയോ? ഞാനേ നിന്നെ ഈ വടി ഉപയോഗിച്ചിട്ട് അടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വടി എടുത്തുകൊണ്ട് വരികയാണ്. ഇരുമ്പിന്റെ വടിയാണത്. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. നിന്റെ നിലവിളി പുറത്താരും കേൾക്കാൻ പാടില്ല. അങ്ങനെയായിരിക്കണം ഞാൻ നിന്നെ തല്ലുക. നീ അറിയണം വേദന. ഓരോരുത്തരെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയും മാനസിക സംഘർഷവും എത്രത്തോളമാണെന്ന് നീ അറിയണടാ. പിന്നെ ഒരുപാട് തവണ ഞാൻ നിനക്ക് വാണിംഗ് തന്നതാണ്. കണ്ണൻ സാറിന്റെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ നിന്നെ വിട്ടുവെച്ചത്. ഇനി ആ ഒരു പരിഗണന നിനക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാവട്ടെ ഉണ്ണിയുടെ അടുത്തേക്ക് ആ ഇരുമ്പിന്റെ ദണ്ഡവുമായിട്ട് വരുന്നുണ്ട്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ പേടിച്ച് മാർക്കോയെ നോക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളിൽ വല്ലാത്ത ഭയവും. എന്തായാലും മാർക്കോ ഉണ്ണിയെ ശരിക്കിട്ട് പെരുമാറാൻ തന്നെയാണ് പോകുന്നത്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.